ഞങ്ങളുടെ വരമാല പ്രിസർവ് ചെയ്ത് വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കതിനുള്ളൊരു ബോധം വരുന്നത് ഞങ്ങളുടെ ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ മാലയുടെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട്. താമരമുട്ടിൻ്റെ മാല ആയതുകൊണ്ട് ഇത് കല്യാണ ദിവസം തന്നെ നന്നായിട്ട് വാടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഫ്രണ്ട്സ് എന്ന ഈ ബൊക്കെ കൂടി ഞാൻ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ജൂലൈ 4th ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ. അന്ന് ശ്രീക്കുള്ള എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റാണിത്. ഇതൊരു ചെറിയ സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ശ്രീ കാണാതെ ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് തന്നെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു. ഫ്ലവേഴ്സ് എങ്ങനെ എടുക്കുന്നതാണ് ആദ്യത്തെ പ്ലാൻ. എന്തോ മാല മൊത്തമായിട്ട് കൊടുത്തു വിടാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് 2 മാലയിൽ നിന്നും ഞാൻ അവിടെ നിന്ന് ഇവിടെ നോക്കിയായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് എടുത്തു. അതുകൂടാതെ ഞങ്ങളുടെ ബൊക്കയിൽ നിന്ന് കൊഴിഞ്ഞു പോയ കുറേ ഫ്ലവേഴ്സ് ഞാൻ പണ്ടേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഞങ്ങളുടെ മാലയുടെ താഴോട്ടുള്ള ഈ മുത്തുള്ള ഭാഗം ഉണ്ടല്ലോ, അതുകൂടെ എടുത്തു വെച്ചു. അങ്ങനെ ഇതെല്ലാം കൂടെ ഞാൻ കുറച്ചുകൂടെ വലുപ്പമുള്ളൊരു ബോക്സിലോട്ട് മാറ്റി. പ്രിസർവ് ചെയ്യാനുള്ള പ്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിനുള്ള ആളെ എനിക്ക് പെട്ടെന്ന് കിട്ടി. ഫെമിൻ സജസ്റ്റ് ചെയ്തിരുന്ന ആളായിരുന്നു. അസ്നിത പെക്ക് ക്രിയേഷൻ എന്നാണ് ആളുടെ പേജിൻ്റെ പേര്. അങ്ങനെ ഇതിൻ്റെ പ്ലാനിങ് ഞാൻ മാർച്ച് മുതലേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു ഫൈനൽ തീരുമാനം എടുക്കാൻ ഞാൻ ഒരുപാട് ലേറ്റാക്കി. അവസാനം ജൂൺ പകുതിയൊക്കെ ആയപ്പോഴാണ് ഏത് ഫ്രെയിം വേണമെന്ന് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയും വൈകിയ എൻ്റെ പ്ലാനിങ് ഒന്നും നടക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വൻ ഫാസ്റ്റായിരുന്നു. അവസാനം എനിക്ക് വേണ്ട ഡിസൈൻ ഞാൻ ആൾക്ക് വരച്ച് വരെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ സെലക്ട് ചെയ്യാനും വേർഡിങ്സ് കൊടുക്കാനും ഒക്കെ ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. എൻ്റെ ഐഡിയാസൊക്കെ ഓരോ ദിവസം മാറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ അസ്നിത ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കേട്ട് അവസാനം എനിക്ക് വേണ്ട പോലെ തന്നെ എല്ലാം സെറ്റാക്കി തരാമെന്ന് ആൾ ഉറപ്പ് പറഞ്ഞു. അങ്ങനെ ശ്രീ കാണാതെ ഞാൻ ഫ്ലവേഴ്സൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി ആളെടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ദ സർപ്രൈസ്. എനിക്കിതൊരു സർപ്രൈസ് തന്നെയാണല്ലോ.